ഹലോ ഗായ്സ്, മാർക്കറ്റ് മേഷോൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്നത്തെയും പോലെ തന്നെ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് അനാലിസിസ് തുടങ്ങാം. സോ നിഫ്റ്റി ഇന്നൊരു ബ്രേക്ക് ഡൗണാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി ഈ ഒരു ബ്രേക്ക് ഡൗൺ, അതായത് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. ആ ഡിമാൻഡ് സോൺ ബ്രേക്ക് ഔട്ട് ആയിരുന്നു. പക്ഷേ ഈ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കുറവാണെന്ന്. കാരണം ഇത് സ്ട്രെയിറ്റ് ഫോളോ ആയിരുന്നു. പക്ഷേ അതിന് പകരം ഒന്നും കൂടെ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വന്ന് ചെറിയൊരു കൺസോൾട്ടേഷനൊക്കെ ശേഷം ഒരു ബ്രേക്ക് ഡൗൺ തരികയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ആ കൺസോൾട്ടേഷൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പല ട്രേഡേഴ്സും അറ്റ്ലീസ്റ്റ് ഒരു സീസൺ ട്രേഡേഴ്സ് ആരും ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ ട്രേഡ് എടുത്ത് കാണില്ല. പക്ഷേ ഇവിടുത്തെ കേസ് അതല്ല. നേരെ വന്നു, താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തു, മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു, നടന്നില്ല. ചെറിയ കൺസോൾട്ടേഷൻ ഇവിടെ കിട്ടി. ഈ ഒരു ഡിമാൻഡ് സോൺ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആവും. പ്രോപ്പർ റെസിസ്റ്റൻസ് എടുത്തു, അവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ തന്നു. അതുപോലെ തന്നെ നമ്മൾ അവർലി ടൈം ഫ്രെയിമിൽ പോവുകയാണെങ്കിൽ നല്ലൊരു 3 ടച്ച് ട്രെൻഡ് ലൈനും കൂടെ നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ടച്ച് പിന്നെ ഇവിടെ 1 2 3 ടച്ച് ട്രെൻഡ് ലൈൻ, വീണ്ടും മുകളിലേക്ക് പോയി ബ്രേക്ക് ഡൗൺ. ഇപ്പോൾ പ്രോപ്പർ ബ്രേക്ക് ഡൗൺ ആണ്. ഇപ്പോൾ ഇതൊരു ചാനൽ ആയിട്ട് നമുക്ക് വരയ്ക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഈ ഒരു ചാനൽ നോക്കുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ചാനൽ എന്നതിൽ ഉപരി നമുക്ക് പറയാം ഇതൊരു പോൾ ആൻഡ് ഫ്ലാഗ് ബ്രേക്ക് ഡൗൺ ആണ്. പക്ഷേ പോൾ ആൻഡ് ഫ്ലാഗ് ടു ദ ഡൗൺവേർഡ്സ്, റൈറ്റ്? ഇത് പോൾ, ഇത് ഫ്ലാഗ് ടു ദ ഡൗൺവേർഡ്സ് ബ്രേക്ക് ഡൗൺ ആണ്. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് പാറ്റേൺ ആണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റിയും കൂടുതലാണ്. പോൾ വരുന്ന ദിവസങ്ങളിൽ അറ്റ്ലീസ്റ്റ് നാളെയും മറ്റന്നാളത്തേക്ക് നിഫ്റ്റി ഒരു ബെയറിഷ് സിനാരിയോ കാണിക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് ലുക്കിംഗ് അറ്റ് ദിസ് പാറ്റേൺ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് എനിക്കൊരു ബെസ്റ്റ് സിനാരിയോ, എനിക്ക് ഏറ്റവും താല്പര്യമുള്ള സിനാരിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫേക്ക് ഔട്ട് ട്രേഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഫേക്ക് ബ്രേക്ക് ഡൗൺ ട്രേഡ് ആയിരുന്നു. അതായത് താഴത്തേക്ക് വന്ന് ഇവിടെ ചെറുതായിട്ട് കൺസോൾട്ട് ഒരു ബ്രേക്ക് ഔട്ട് മുകളിലേക്കാണ് ഞാൻ എൻട്രി എടുക്കാൻ കൂടുതൽ താല്പര്യപ്പെട്ടതിന്. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ ഷോർട്ട് ചെയ്തവർക്ക് ട്രാപ്പായി കാണും. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പലതും ഈ ഒരു ഫേക്ക് ബ്രേക്ക് ഡൗണിനെ കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലാത്തവർ, അതുപോലെ തന്നെ ഫേക്ക് ബ്രേക്ക് ഡൗൺ എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ ഡെഫിനറ്റ്ലി കഴിഞ്ഞ വീഡിയോയും പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റി. ഇനിയിപ്പോൾ താഴത്തേക്ക് വരാം. അതുപോലെ തന്നെ മേ ബി 2 or 3 ഡേയ്സിലേക്ക് മാക്സിമം താഴത്തേക്ക് വരാൻ ചാൻസ് ഉള്ളൂ. കാരണം ഓൾറെഡി സ്ട്രെച്ച്ഡ് ആണ് ടു ദ ഡൗൺ സൈഡ്. അതുപോലെ തന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഉള്ളൊരു സിനാരിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സിനാരിയോ ഐ ഡോണ്ട് തിങ്ക് എനിബഡി വുഡ് ഹാവ് എക്സ്പ്ലെയിൻഡ് ടു എനി വൺ ഇൻ കേരള അറ്റ്ലീസ്റ്റ്. കാരണം ഇതൊരു ലൈക്ക് നിഫ്റ്റി ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു സിനാരിയാണ്. സോ ഞാൻ ആ സിനാരിയോ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നേരെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിലേക്ക് പോകാമെന്ന് വെച്ചോ. സോ മന്ത്ലി ചാർട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു എക്സ്ട്രീംലി പവർഫുള്ളായൊരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ മന്ത്ലി ചാർട്ടിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ എത്ര റെഡ് ക്യാൻഡിൽസ് നമുക്ക് വന്നു, എത്ര റെഡ് മന്ത്സ് ഉണ്ടായി? 1 2 3, ദിസ് ഇസ് എ 4th മന്ത്, റൈറ്റ്? ഇപ്പം 4 മാസം അടുപ്പിച്ച്, അറ്റ്ലീസ്റ്റ് പോട്ടെ 3 മാസം അടുപ്പിച്ച് നിഫ്റ്റി റെഡായി കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം, റൈറ്റ്? 3 4 നോക്കി നോക്കാം, റൈറ്റ്? സോ ഇവിടെ ഫോൾ വന്നു. ഇപ്പോൾ 4ാം മാസമാണ് നിഫ്റ്റി റെഡ്. ഇപ്പോൾ ഇവിടെ ആണ് ഇതിന് മുന്നേ ഉള്ളത്. അതായത് എപ്പോഴായിരുന്നു? December 2022 ആണ് സ്റ്റാർട്ടിങ്. 1 2 3 4. നിങ്ങൾ താഴത്തെ വോളിയം ബാർസ് നോക്കിയാൽ മതി. അത് റെഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ റെഡിലായിരിക്കും. അപ്പോൾ 4 റെഡ് ക്യാൻഡിൽസ് വന്നു. പിന്നെ ഒരു ബൈയിങ് ആണ് വന്നിരിക്കുന്നത്, റൈറ്റ്? അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇവിടെ 3 റെഡ് ക്യാൻഡിൽസ് വന്നു, വീണ്ടും ബൈയിങ് വന്നു. ഇവിടെ നോക്കിയേ 2024 ആട്ടോ, കോവിഡ് ഫോളാണ്. 1 2 3 3 റെഡ് ക്യാൻഡിൽസ്, ബൈയിങ്. വീണ്ടും ഇതാ ഇവിടെ 3 റെഡ് ക്യാൻഡിൽസ്, ബൈയിങ്. 1 2 3 3 റെഡ് ക്യാൻഡിൽസ്, ബൈയിങ്. 4 വന്നിട്ടില്ല. ഇതിലേക്ക് 3 തന്നെ മാക്സിമം കേസസിലും നല്ലൊരു ബൈയിങ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി 1 2 3 4 4 റെഡ് ക്യാൻഡിൽസ്, ഒരു ബൈയിങ്. ഇവിടെ നോക്കി 1 2 3 4 4 റെഡ് ക്യാൻഡിൽസ്, ബൈയിങ്. പിന്നെ ഇതാ ഇവിടെ 3 റെഡ് ക്യാൻഡിൽസ്, 1 2 3 മാസം റെഡ് ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞാൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സിനാരിയോ അനുസരിച്ച് നിഫ്റ്റിക്ക് മുകളിലേക്ക് പോയേ തീരൂ, റൈറ്റ്? അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പേടിച്ച് പുറത്തേക്ക് പോയി കാണും. അപ്പോൾ അവരെയൊക്കെ പുറത്തേക്ക് കഴിയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ ബൈ ചെയ്യും. അപ്പോൾ ഈ ഒരു സിനാരിയോ പല സ്ഥലങ്ങളിലായിട്ട് നിഫ്റ്റിയെ കാണിക്കുന്നതാണ്. പക്ഷേ മേ ബി അറിയില്ല. ഇത് ഇവിടേക്ക് 3 മാസങ്ങളിൽ നിഫ്റ്റി റെഡായി ബൈയിങ് വന്നു. പിന്നെ ചെറിയ രീതിയിൽ പൊങ്ങി, വീണ്ടും കോവിഡ് ഫോൾ വന്നു. കോവിഡ് ഫോൾ എന്നൊക്കെ പറഞ്ഞൊരു ഇത്രയും വലിയൊരു മഹാമാരി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ്സ് വീഴും. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ നമ്മൾ
ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ് എന്ന രീതിയിൽ 3-4 റെഡ് ക്യാൻഡിൽസ് ഫോർ എ മന്ത് നിഫ്റ്റിയിൽ വന്നാൽ നിഫ്റ്റി ബീസ് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇത്രയും ലൈക്ക് 10-20-25 കൊല്ലത്തെ ബാക്ക് ടെസ്റ്റ് ഡേറ്റ് ഉണ്ടല്ലോ നമ്മുടെ അടുത്ത്. അപ്പോൾ ആ ഡേറ്റിൽ നമ്മൾ വിശ്വസിക്കും മുകളിലേക്ക് പോകുന്നു. അല്ലാതെ നമ്മളിപ്പോൾ 3 മാസത്തെ റെഡ് ക്യാൻഡിൽ വന്നു, ഇപ്പോൾ 4-ാമത്തെ മാസം റെഡ് ആകാൻ തുടങ്ങി കഴിയുമ്പോൾ അപ്പം തന്നെ പേടിച്ച് വിഡ്രോ ചെയ്യല്ല വേണ്ടത്, റൈറ്റ്? അതുപോലെ തന്നെ മേ ബി 4-ാമത്തെ മോസ്റ്റ് ഓഫ് ദ ടൈം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ദിവസമാണ് വിഡ്രോ തന്നെ പിന്നെ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിഫ്റ്റി ബീസിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് വീണു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ അത് നിങ്ങളുടെ ഹോൾഡിംഗ് സെല്ല് ചെയ്ത് കളയരുത്. കാരണം നിഫ്റ്റി ബീസിലൊക്കെ ഒരു 10-15 കൊല്ലത്തേക്കൊക്കെ നിങ്ങൾ കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ബൈ റിട്ടയർമെൻറ്റ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഈ ഒരു പെർട്ടിക്കുലർ സിനാരിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് വളരെ നല്ല ആഗ്രഹമുണ്ടായി. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഉള്ള ഈ ഒരു സിനാരിയോ, ഒരു ഫ്ലാഗ് ആൻഡ് പോൾ ആൻഡ് ഫ്ലാഗ് ഇൻവേഴ്സ് പോൾ ആൻഡ് ഫ്ലാഗ് ബ്രേക്ക് ഡൗൺ സിനാരിയോ അത്രയ്ക്ക് അങ്ങ് സസ്റ്റെയിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി ഇല്ല. മേ ബി 2 or 3 ഡേയ്സിലേക്ക് നെക്സ്റ്റ് 2 or 3 ഡേയ്ക്ക് സസ്റ്റെയിൻ ചെയ്യും. ഇവിടെ ഈ ഒരു പോൾ ആൻഡ് ഫ്ലാഗ് സെല്ല് ചെയ്ത ആൾക്കാർക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു നല്ലൊരു ബൈയിങ് വരാനുള്ള പ്രോബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 4-ാമത്തെ മാസമാണ് മാർക്കറ്റ് റെഡ് ആവുന്നത്. അപ്പോൾ എൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് 4-ാമത്തെ മാസം മാർക്കറ്റ് റെഡായിട്ട് ക്ലോസ് ചെയ്യട്ടെ. അതായത് ജനുവരി മാർക്കറ്റ് മന്ത്ലി ക്യാൻഡിൽ റെഡായിട്ട് ക്ലോസ് ചെയ്യട്ടെ. കാരണം ഫെബ്രുവരി മുതൽ മേ ബി ജനുവരി കഴിഞ്ഞ ഉടനെ ഫെബ്രുവരി 1-ാം തീയതി മുതൽ നമുക്ക് ബൈ ചെയ്യാം. കാരണം ബാക്ക് ടെസ്റ്റ് ഡേറ്റ ഒരു 100% അക്യുറസിയിൽ പറയുന്നുണ്ട് ഫെബ്രുവരി മാസം അല്ലെങ്കിൽ അടുത്ത മാസം എക്സ്ട്രീംലി പവർഫുൾ ആയൊരു ബുൾ മൂവ് മുകളിലേക്ക് വരാനുള്ള പ്രോബിലിറ്റി വളരെയധികം ഹൈ ആണ്, റൈറ്റ്? സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് നിഫ്റ്റി. അതുപോലെ തന്നെ നിഫ്റ്റി വീക്ക്ലി അനാലിസിസും നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു സിംഗിൾ കറക്ഷൻ വന്നു, ഒരു പുൾ ബാക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ഒരു കറക്ഷൻ വന്നു. ഇപ്പോൾ ഈ ഒരു കറക്ഷൻ ജസ്റ്റ് താഴത്തേക്ക് ഒരു പുൾ ബാക്ക് വന്ന് മൂന്നാമതൊരു കറക്ഷനും കൂടെ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബൈ ദാറ്റ് കറക്ഷൻ മേ ബി 2025 പകുതി മുക്കാലും തീരുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓൾറെഡി നമ്മളൊരു ബെയറിഷ് സിനാരിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കാണാം അല്ലേ. സോ നമ്മൾ നിഫ്റ്റീൻ്റെ കേസ് അത്രയേ ഉള്ളൂ. നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിലേക്ക് പോകാം. സോ നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം സിനാരിയോ ആസ് നിഫ്റ്റി. ഇഫ് യു ഗോ ടു ദ ഡെയിലി ടൈം ഫ്രെയിം, പ്രോപ്പർ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു സപ്പോർട്ട് ലെവലാണ്. കാരണം ഇവിടെ 23rd June 2024 നമുക്കൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 25th October 2024 നമുക്കൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 13th November 2024 നമുക്കൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ട്രെയിറ്റ് ബ്രേക്ക് ഡൗൺ ആണ്. ഈ ബ്രേക്ക് ഡൗൺ സസ്റ്റെയിൻ ചെയ്യില്ല. കാരണം എന്താണ്, ഓൾറെഡി ഓവർസോൾഡ് സിനാരിയോ ആയിട്ടുണ്ട്. കാരണം നേരെ ഈ ഒരു 5 പീരീഡ് മൂവിങ് ആവറേജ് ഒന്നും ടച്ച് ചെയ്യാതെ തന്നെ ഒരു ബ്രേക്ക് ഡൗൺ, അത് 2-3 ക്യാൻഡിൽ 5 പീരീഡ് മൂവിങ് ആവറേജ് ടച്ച് ചെയ്യില്ല. അങ്ങനെയൊരു സിനാരിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കരുതിക്കോ ഒരു പുൾ ബാക്കിന് സമയമാണ്. നിങ്ങൾ ഒരിക്കലും ട്രേഡ് അവിടെ എടുക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി 200% അവിടെ ട്രേഡ് എടുക്കരുത്. അങ്ങനെ ട്രേഡ് എടുക്കുന്നവർ ഇമ്മച്ചുവർ ട്രേഡേഴ്സാണ് ഞാൻ പറയും. അതിനുശേഷം ഒരു പുൾ ബാക്ക് വന്നു, പുൾ ബാക്കിന് ശേഷം ഒരു ക്യാൻഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട്സ് ചെയ്യാവുന്നതാണ്, റൈറ്റ്? ഒബ്വിയസ്ലി മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിൽ നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഇൻ സീറോദ യു കാൻ ഡു ഇറ്റ്. സോ യു കാൻ ഡു എനിത്തിങ്. നമുക്ക് നോക്കിയിരിക്കാൻ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ പല വീഡിയോയിലും മാർക്കറ്റ് ബ്രെഡ്ത്തിനെ കുറിച്ചും മാർക്കറ്റിൻ്റെ എൻവിറോൺമെൻറ്റൽ അനാലിസിസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ഒരു 5 പീരീഡിന് മുകളിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് വീണ്ടും ട്രേഡ് ചെയ്ത് തുടങ്ങാം. അല്ലെങ്കിൽ 5 പീരീഡ് ആയിരിക്കണം നമ്മുടെ ഫസ്റ്റത്തെ ലുക്ക് ഔട്ട് എന്ന് പറയാറുണ്ട്. കാരണം 5 പീരീഡിന് മുകളിൽ ഒരു ക്ലോസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ചെറിയ രീതിയിൽ ബൈയിങ് വരുന്നുണ്ടെന്നാണ്. അതുപോലെ 5 പീരീഡിൻ്റെ താഴെയാണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് എങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരിക്കലും ട്രേഡ്സ് എടുത്താൽ അത് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് 3 ദിവസം 5 പീരീഡിന് മുകളിൽ ക്ലോസിങ് കിട്ടി, സ്ട്രോങ് ക്ലോസിങ് അല്ലെങ്കിലും ക്ലോസിങ് കിട്ടി. അപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോഴാണ് ഇപ്പം 5 പീരീഡിൻ്റെ മുകളിലാണെങ്കിൽ ബൈ ചെയ്യാമെന്ന രീതിയിൽ പറഞ്ഞിട്ട് വെറുതെ അങ്ങ് ബൈ ചെയ്യാണോ, അതോ നിങ്ങൾ നോക്കുമോ എത്രമാത്രം സെറ്റപ്സ് മാർക്കറ്റിലുണ്ടെന്ന്, റൈറ്റ്? അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം മാർക്കറ്റിൽ ഇപ്പോൾ ഈ 3 ദിവസം അതിന് മാത്രം സെറ്റപ്സൊന്നും ബയ്യബിൾ സെറ്റപ്സും ഒക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് 2 ട്രേഡ് അങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ഇവിടെ. അതിനുശേഷം അത് രണ്ടും സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഞാൻ പിന്നെ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല. ഈ ഫോളിൽ ഞാൻ ഡെഫിനറ്റ്ലി മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല. കാരണം എനിക്കറിയാം പ്രോബിലിറ്റി ഓഫ് ഹിറ്റിംഗ് എ സ്റ്റോപ്പ് ലോസ് ഈസ് വെരി ഹയർ ഇൻ ദിസ് ഏരിയ. അപ്പോൾ ഇത് പ്രോപ്പർ സിനാരിയോ ആണ്. ഇതൊരു വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആയിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഫേസിന് ശേഷം ഒരു ബ്രേക്ക് ഡൗൺ ബിലോ 200 EMA 200 EMAക്ക് താഴെ ബ്രേക്ക് ഡൗൺ തന്നിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ആസ് വെൽ ആസ് 200 EMAൻ്റെ റെസിസ്റ്റൻസ് രണ്ടിലും കൂടി ചെന്ന് മുട്ടേ ഒരു ബ്രേക്ക് ഡൗൺ തന്നിരിക്കുകയാണ്. പിന്നെ ഇത് ഈ ഒരു ലെവലിലേക്കൊക്കെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ചെറിയൊരു ബൈയിങ് വരാതിരിക്കാം.
ഡിപ്പെൻസ് അപ്പോൺ ദി മാർക്കറ്റ് കണ്ടീഷൻ. അതുപോലെ തന്നെ നമ്മളൊരു സപ്പോർട്ട് സോൺ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലാണ് സപ്പോർട്ട് സോണായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം 1, 2, 3 പ്രാവശ്യം മാർക്കറ്റ് ഈ ലെവലിന് സപ്പോർട്ട് എടുത്ത് പോയി. അതുപോലെ തന്നെ ഇതൊരു റെസിസ്റ്റൻസ് ലെവലായിട്ടും കുറച്ച് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഏരിയ ഓഫ് സപ്പോർട്ടായിരിക്കും ഈ ഒരു ലെവൽ, റൈറ്റ്. അതാണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സിൻ്റെ അനാലിസിസ്. സോ നമ്മളിനി ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ percentage stocks about 20 EMA. Percentage stocks about 20 EMA ഓവർസോൾഡ് സിനാരിയോ ചെറിയ ബൗൺസ് കിട്ടാമെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ബൗൺസ് കിട്ടി. പക്ഷേ ഈ ബൗൺസ് അത്രമാത്രം നല്ലൊരു ബൗൺസ് ആയിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പറയില്ല നല്ല ബൗൺസ് ആണ്. കാരണം ഒരുപാട് സെറ്റപ്സ് ഒന്നും നമുക്ക് ട്രേഡ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല മാർക്കറ്റിൽ. വളരെ ചെറിയ രീതിയിലുള്ള സ്റ്റോക്സ് മാത്രമേ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് തന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ല ടൈറ്റ് റേഞ്ചസ് ആൻഡ് കാര്യങ്ങളും തന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ടൈറ്റ് റേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആസ് എ സ്വിംഗ് ട്രേഡർ അറ്റ്ലീസ്റ്റ് ഞാൻ ട്രേഡ് ചെയ്യുന്ന സ്റ്റൈൽ അനുസരിച്ച് എനിക്ക് ട്രേഡ്സ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ട്രേഡ്സും കാര്യങ്ങളൊന്നും എനിക്കധികം കിട്ടിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ദർ വാസ് എ ബൗൺസ്. ഇവിടെയും ബൗൺസ് കിട്ടി. അതുപോലെ തന്നെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സിലും ചെറിയൊരു ബൗൺസ് ഈ ഒരു ഓൾസോൾഡ് സിനാരിയോയ്ക്ക് ശേഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയ ഡേറ്റ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ്, അതായത് 52 വീക്ക് ഹൈൻ്റെയും ലോയും നമ്പേഴ്സ് നമ്മൾ എടുത്തിട്ട്, അതായത് വിത്തിൻ 10% റേഞ്ച് 52 വീക്ക് ഹൈ ആൻഡ് 52 വീക്ക് ലോൻ്റെ NSE എല്ലാ സ്റ്റോക്കിൻ്റെയും നമ്പേഴ്സ് നമ്മൾ എടുത്തിട്ട് നമ്മൾ അത് കൂട്ടും. ലൈക്ക് ബേസിക്കലി 52 വീക്ക് ഹൈ മൈനസ് 52 വീക്ക് ലോ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ചാർട്ടാണിത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ -24% ആണ്. അതായത് പറയുന്നതെന്ന് പറഞ്ഞാൽ 52 വീക്ക് ഹൈനേക്കാളും കൂടുതൽ 52 വീക്ക് ലോ കേസസ് ആണ്. അപ്പോൾ ഇതൊരു ബുൾ മാർക്കറ്റായിരുന്നു ഇതിന് മുന്നേ. ഇപ്പോൾ ഇത് എവിടം വരെ ഉണ്ട് ചാർട്ട് June 19, 2024 മുതലാണ്. അവിടെ നിന്നൊരു ബുൾ മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ എപ്പോഴും 0ക്ക് മുകളിലാണ്. ഇതാണ് 0. അപ്പോൾ വീണ്ടും നമ്മളൊരു ബെയർ മാർക്കറ്റിലേക്ക് കടന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഡെഫിനറ്റ്ലി ഈ 52 വീക്ക് ഹൈ ലോ നമ്പേഴ്സ് താഴത്തേക്ക് പോകുന്നത്, അതായത് 0ക്ക് താഴെ പോകുന്നത്. അപ്പോൾ ഒരു വളരെ നല്ലൊരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ നല്ല കോഷ്യസായി പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്ത് എല്ലാ മാർക്കറ്റ് കണ്ടീഷൻ നോക്കി ചെയ്യുന്ന ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റിൽ നിന്ന് മാറിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫേക്ക് ഔട്ട്സ് അല്ലെങ്കിൽ ഫേക്ക് ബ്രേക്ക് ഔട്ട്സ് നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു വാല്യൂ താഴെ പോയിട്ട് തിരിച്ചും ഈ 0ക്ക് മുകളിൽ പോകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതിൽ നിന്ന് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സിനാരിയോ മാറിക്കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യും. അതുപോലെ തന്നെ നല്ല ടൈം വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഹൈ കോൺഫിഡൻസും ആയിരിക്കും ട്രേഡ് ചെയ്യാൻ. കാരണം നിങ്ങളുടെ റൂൾസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്, അല്ലാതെ റാൻഡമായിട്ട് മാർക്കറ്റിൽ റാൻഡം സെറ്റപ്സ് കാണുമ്പോൾ ട്രേഡ് ചെയ്യല്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ കാണുമ്പോൾ നിങ്ങൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ട്രേഡറാണെന്ന് വെച്ചാൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് കാണാൻ പറ്റും. പക്ഷേ അതൊന്നും വർക്ക് ചെയ്യില്ല. കാരണം എന്താണെന്ന് അറിയോ? കാരണം ഇതൊക്കെ തന്നെയാണ്. കാരണം കൂടുതൽ സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് ഒക്കെ വളരെ താഴെയാണ്. ഇതെല്ലാം 200 പീരിയഡ് മൂവിങ് ആവറേജ് കൂടി താഴെയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രേഡ്സ് ഒന്നും വർക്ക് ചെയ്യാത്തതിൽ കാരണം എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് കുറവാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ETFസും അല്ലെങ്കിൽ ഈ ഒരു ഇൻഡൈസസൊക്കെ മുകളിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഈ ഇൻഡൈസസ് മുകളിലേക്ക് പോകില്ല, കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് കുറവാണ്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ കൂടുതൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിക്കാനോ അല്ലെങ്കിൽ ലോസിൽ പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ വളരെയധികം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ട്രേഡ് എടുക്കാതെ 10 ദിവസം വെയിറ്റ് ചെയ്യാനുള്ള കഴിവാണ് ഒരു ട്രേഡറിനെ സംബന്ധിച്ച് ആദ്യം വേണ്ടത്. അതിന് ശേഷമാണ് അയാൾ ട്രേഡിനെ കുറിച്ച് തന്നെ ആലോചിക്കാൻ പോകുള്ളൂ. കാരണം വെയിറ്റിംഗ് പവർ എന്നൊരു സാധനം നമുക്കുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങളെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ഒരു വലിയൊരു മ്യൂച്വൽ ഫണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആസ് എ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം എല്ലാ മാസവും SIPs ആൻഡ് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ്സ് പല ഇൻവെസ്റ്റേഴ്സും നിങ്ങളുടെ ഫണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡെഫിനറ്റ്ലി ഫണ്ട് ഇത്രയും കൂടി വരുമ്പോൾ നിങ്ങൾക്കത് ബൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കുറച്ചെങ്കിലും ബൈ ചെയ്യണം. പക്ഷേ ആസ് എ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ അങ്ങനെയല്ലല്ലോ. നമുക്ക് ബൈ ചെയ്യാതിരിക്കണമെങ്കിൽ ബൈ ചെയ്യാതിരിക്കണം. നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യുക. അതുപോലെ തന്നെ ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ക്വാണ്ടിറ്റിയും കൂടെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ എക്സ്ട്രീംലി ഹൈ മില്യൺ റുപ്പീസൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബൈങ്ങിന് പ്രശ്നം വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈങ്ങിന് ലിക്വിഡിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഡെയിലി ആവറേജ് വോളിയം ഒരു 500,000 അല്ലെങ്കിൽ 500,000 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ട്രേഡ് എടുത്ത് പുറത്തിറങ്ങാവുന്നതാണ്. ഏത് ട്രേഡിൽ നിന്നും ട്രേഡ് എടുക്കുകയും ചെയ്യാം, ഇറങ്ങുകയും ചെയ്യാം വിത്തൗട്ട് എനി ഹസിൽ. അതിന് ഇഷ്ടമുള്ള പ്രൈസിൽ തന്നെ ഇറങ്ങാം. പക്ഷേ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ പ്രശ്നമുണ്ട്. അവർക്ക് ഒരു ട്രേഡ് എടുക്കണം അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർ ലക്ഷങ്ങൾക്കും കോടികൾക്കും ഒക്കെ ആയിരിക്കും വാങ്ങുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് സമയം പെട്ടെന്നൊരു ബൈങ് ഇത്രയും ഒരു 10% ഓഫ് ദ ടോട്ടൽ ഫ്ലോട്ടിലൊക്കെ
അവർ ബൈ ചെയ്യാമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഭയങ്കര രീതിയിൽ പ്രൈസ് മാനിപ്പുലേറ്റഡ് ആകും, പ്രൈസ് നല്ല ഹൈയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് അവർക്കത് പറ്റില്ല. അവർ പയ്യെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാതിരിക്കാം. ഈ സമയങ്ങളിൽ ട്രേഡ് ചെയ്യാതിരുന്ന് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യാം. അങ്ങനെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്ത് നല്ല മാർക്കറ്റ് വരുമ്പോൾ, നല്ല മാർക്കറ്റ് കണ്ടീഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ച് ഈ വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കാം. അതും ഒരു ട്രേഡിംഗ് പവർ തന്നെയാണ്, ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. മാർക്കറ്റ് കണ്ടീഷൻ മോശമായിട്ട് ഡെഫിനറ്റ്ലി മാർക്കറ്റ് കണ്ടീഷൻ നല്ല രീതിയിലാണ്, ട്രേഡ്സ് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി എൻ്റെ ചാനൽ അറിയിക്കുന്നതാണ്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇഫ് യു ഹാവ് നോട്ട് സബ്സ്ക്രൈബ്ഡ്, ആസ് വെൽ ആസ് ലൈക്ക് ദ വീഡിയോ, സോ ദാറ്റ് ഇനി അറിയാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ 52 വീക്ക് ലോ ആൻഡ് ഹൈ ഒക്കെ നിങ്ങളുടെ നമ്പേഴ്സൊക്കെ ഞാൻ കണ്ടാണല്ലോ, എല്ലാം 0ക്ക് താഴെയാണ്. സോ ബി കെയർഫുൾ. സോ ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.